ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഖാണോ എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് പഠിക്കുന്നത്. ഇത് ഒരു ഏച്ചി റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഒരു ഏച്ചി അന്നേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ വീഡിയോ ഒന്ന് ഇടുമോ, ചെസ്റ്റ് സൈസ് 40 എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അന്നേ ചോദിക്കുന്നതല്ലേ, അന്നേരം പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. ഒരു ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിതാ ഇത്രയും അളവുകൾ എന്തായാലും വേണം. നമ്മളിതാ ഇത്രയും അളവുകൾ മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്ക് നിങ്ങൾ, ഫുൾ ലെങ്ത്ത് വേണം, ചെസ്റ്റ്, ബെസ്റ്റ്, വേസ്റ്റ് അളവ്. ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രസ്റ്റ് അളവാണ് കേട്ടോ. അതും നിങ്ങൾ കറക്റ്റ് എടുക്കണം. ചെസ്റ്റും ബ്രസ്റ്റും തമ്മിൽ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അത് കറക്റ്റ് എടുക്കണം രണ്ടും. ഓക്കെ. പിന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്, നെക്ക് വിഡ്ത്ത്, ഫുൾ ഷോൾഡർ, ബെസ്റ്റ് പോയിൻ്റ്. ഓക്കെ, നമ്മൾ ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റ് വരെ എത്രയാണ് വരുന്നതെന്ന് അളക്കുക. പിന്നെ ബി പി ടു ബി പി എന്ന് എഴുതിയത് രണ്ട് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലത്തിൻ്റെ പകുതിയൊക്കെ നമുക്ക് വേണം. അപ്പോൾ ആ ഒരു അകലം കറക്റ്റ് എടുക്കുക. ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് 13.5 എഴുതിയിട്ട് കണ്ടല്ലോ. ഈ ഒരു അളവിൽ ഞാൻ ലേശം വ്യത്യാസപ്പെടുത്തിയിട്ടായിരിക്കും തുണിയിൽ മാർക്ക് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസപ്പെടുത്താനുണ്ട് എനിക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആം ഹോൾ റൗണ്ട് നമ്മൾ കൈക്കുഴി ചുറ്റിലും വരുന്ന അളവ് വേണം. പിന്നെ നമുക്കിതാ സ്ലീവ് മെഷർമെൻറ്റ് വേണം. സ്ലീവിന് ലെങ്ത് എത്ര പോരെ വേണം. പിന്നെ സ്ലീവിൻ്റെ നമുക്ക് ആ താഴെ ഭാഗത്ത് വരുന്ന റൗണ്ട് എത്ര പോരെ വേണമെന്നും കൂടെ നമുക്ക് വേണം. ഓക്കെ, നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പം, ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം തുണി കിട്ടിക്കഴിഞ്ഞാൽ തുണി രണ്ടായി മടക്കിയിട്ട് നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്യും. എന്നിട്ടാകുമ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ തുണി ഇതാ ഞാൻ രണ്ടായി ഇങ്ങനെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേര് ഭാഗവും ഇതാ ഈ ഒരു തേര് ഭാഗത്തിൻ്റെ അപ്പുറത്തെ ഈ ഒരു സൈഡ് തന്നെയാണ് ബാക്കി തേര് ഭാഗം ഉള്ളത്. കണ്ടോ നിങ്ങളിതാ, ആ ഒരു രീതിയിൽ ഞാൻ രണ്ടായി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മടക്കിയതിൻ്റെ വീതി എത്ര പോരെ എടുത്തിട്ടാണ് മടക്കിയെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് ഞാൻ എങ്ങനെ എടുത്ത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. ഞാനൊരു 13.5 ഇഞ്ചിലാണ് ഇതിപ്പോൾ മടക്കി ഇട്ടിട്ടുള്ളത്. ഈ മടക്കിയതിൻ്റെ അളവ് 13.5 ഇഞ്ചാണ് കേട്ടോ. അതെടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെസ്റ്റ് അളവും ബെസ്റ്റ് അളവെല്ലാം നമ്മൾ നോക്കൂലേ, അതിൽ ചെസ്റ്റ് ഏതളവാണ് കൂടുതൽ നോക്കുക നിങ്ങൾ. എനിക്കിപ്പം ചെസ്റ്റ് അളവ് 40, ബെസ്റ്റ് അളവ് 41 വരുന്നുണ്ട്. അപ്പോൾ 41 അല്ലേ വലുത്. 41ന് 4 കൊണ്ട് ഹരിക്കുക, പ്ലസ് തയ്യൽ തുമ്പ് നോക്കുക. ഓക്കെ, അപ്പോൾ 10.4 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ തുണി ആട വേണം. ഓക്കെ, അത് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ എന്തിനാണ് ഞാൻ ഇത്രയും അധികം എടുത്തതെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 13.5 ഇഞ്ച് എടുത്തത്. ആ ഒരു 13.5 ഇഞ്ചിൻ്റെ ഇവിടെ വീതി ഇങ്ങനെ മടക്കി രണ്ടായി ഇങ്ങനെ മടക്കി ഇട്ടിട്ടാണ് ഉള്ളത്. മനസ്സിലായല്ലോ ഇത്ര വരെ? ഇങ്ങനെ മടക്കി ഇട്ടിട്ട് ഈ ഒരു താഴെ ഭാഗമൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെയൊക്കെ നല്ല ലെവലാണോ നോക്കണം. ഇവിടെയൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. എനിക്കിപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാം ലെവലാണേ. ഇനി ഞാനിതാ മാർക്കിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയെന്ന്. നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബ്ലൗസിൻ്റെ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഫുൾ ലെങ്ത് ആണ്. നമുക്ക് എത്രയാണോ നമ്മളെ ബ്ലൗസിന് ഫുൾ ലെങ്ത് വേണ്ടത്, എപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ലെങ്ത് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ എനിക്കിവിടെ 14 ഇഞ്ച് ഫുൾ ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട് ബ്ലൗസിന്. അന്നേരം 15 ഇഞ്ച് ഫുൾ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 15 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് കൂടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെരിച്ചിട്ടൊക്കെ വരച്ച് കുളമാക്കി വെക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സൈഡിൽ നിന്ന് കൂടെ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 2 പോയിൻറ്റ്സിൽ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റൂലല്ലോ, സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടൂലേ. അങ്ങനെയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ താഴെ ഭാഗം ലെങ്ത് ഭാഗം ആക്കേണ്ടത് ഈ ഒരു സൈഡാണ് കേട്ടോ. ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഈ ഭാഗം തന്നെ താഴെടുക്കണം. ഇപ്പുറത്തെ ഭാഗത്ത് തന്നെ നമ്മൾ നെക്കും ഷോൾഡറും ആം ഹോളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെയൊക്കെ നമുക്ക് തുണി, നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത് തുണിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ലാഭിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് വെക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം, ഷോൾഡറും ആം ഹോളൊക്കെ. ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ആ ഒരു വീഡിയോ കണ്ടുപിടിക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. ഫുൾ ഷോൾഡർ 15.5 ഇഞ്ചും വരുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 5.25 ഷോൾഡറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്യുന്നില്ല ഞാൻ. ഓക്കെ, വെറും 5.25 മാത്രം ഞാനിവിടെ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോയെന്ന്. ആ ഒരു കാൽക്കുലേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിക്കൽ എനിക്ക് കമൻറ്റ് ചെയ്ത് ഞാനപ്പോൾ അയച്ചു തരാം കേട്ടോ. ഈടുന്ന് ഇങ്ങോട്ടേക്ക് 5.25 എടുത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ വെറും 5.25 മാത്രം ഇവിടെ മാർക്ക് ചെയ്തതുകൊണ്ട്, കുറച്ചിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഷോൾഡർ ഊരിപ്പോവോ അങ്ങനത്തെ സീനൊന്നും നമുക്ക് വരില്ല കേട്ടോ. കറക്റ്റ് നമ്മളെ മേത്ത് തന്നെ ബ്ലൗസ് നിൽക്കും. അങ്ങനത്തെ ഒരു സീനും വരില്ല ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത്ര വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ആം ഹോൾ മാർക്ക് ചെയ്യണം. നമ്മൾ സാധാരണ ഷോൾഡർ മാർക്ക് ചെയ്ത് തന്നെ ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റും. നമ്മളിപ്പോൾ 6 ഇഞ്ച് എടുത്തിട്ട് ആം ഹോൾ ലൈൻ വരയ്ക്കുന്നുണ്ട്. നമുക്കത് കറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കൂടെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. 6 ഇഞ്ചിൽ ആം ഹോൾ ലൈൻ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ആം ഹോൾ ലൈൻ എപ്പോഴും നമ്മളുടെ ആം ഹോൾ റൗണ്ട് ആ ഒരു അളവ് എന്തായാലും കൈക്കുഴി ചുറ്റിലുള്ള അളവ് നമുക്ക് എന്തായാലും വേണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇത് വരക്കേണ്ടത്. ഓക്കെ, നമ്മളിത് 6 എടുത്ത് വരച്ചു. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ആം ഹോൾ ഷേപ്പ് വരച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെസ്റ്റ് എത്രയാണോ നോക്കുക. 40 നമ്മളെ ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ 40ന് 4/1 കാണുക. നമ്മൾ 40 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. 10 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാ ഈ ഒരു ലൈനിൻ്റെ എൻഡിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാ ഇങ്ങനെ നമുക്ക് വരക്കാം. ഇതാ ഈടുന്ന് അങ്ങോട്ടേക്ക് 10 ഇഞ്ച് കറക്റ്റ് വരുന്നുണ്ടേ. ഇതാ ഇങ്ങനെ കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് വരച്ചിട്ട് ഒന്ന് അളന്ന് നോക്കാനുണ്ട്. ഇതാ ആം ഹോൾ ഷേപ്പ് വരക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു കോർണറിൽ നിന്ന് 2 ഇഞ്ച് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ നടക്കുന്ന മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആ ഒരു ഭാഗത്ത് തടിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 2 ഇഞ്ചൊന്നും മാർക്ക് ചെയ്യേണ്ട, 1 ഇഞ്ച് 1.25 ഇഞ്ച് അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യേണ്ടു കേട്ടോ. ഇതാ എന്നിട്ടിതാ ആ ഒരു പോയിന്റിനിങ്ങനെ മുട്ടിച്ചിട്ട് ഇതേ രീതിയിൽ വെച്ച് ഇവിടെ കണ്ടല്ലോ. ഇതാ ഇതേ രീതിയിൽ നമ്മളെ ഫ്രഞ്ച് കർവ് വെച്ച് എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇങ്ങനെ നമ്മൾ വരച്ച് ഇനി നമുക്ക് ടേപ്പ് കൊണ്ട് ഒന്ന് അളന്ന് നോക്കാനുണ്ട്. നമ്മളെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ കൈക്കുഴി ചുറ്റിലും വരുന്ന അളവാണ് ആം ഹോൾ റൗണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കിവിടെ 19 വരുന്നുണ്ട്. അപ്പോൾ 19ൻ്റെ പകുതി ഇതാ ഇവിടെ നിന്നിങ്ങനെ ആടത്തേക്ക് നമ്മൾ അളന്ന് നോക്കണം. ഇങ്ങനെ വെച്ച് 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 അളന്ന് നോക്കുമ്പോൾ ഈ ആം ഹോൾ റൗണ്ട് 19ൻ്റെ പകുതി എനിക്കിവിടെ കിട്ടണം. 9.5 ഇഞ്ച് വരും പകുതി. അപ്പോൾ എനിക്കിവിടെ 8.25 കിട്ടുന്നല്ലോ. അപ്പോൾ നമ്മൾ ആം ഹോൾ ലൈന് 6 എടുത്ത് വരച്ചത് തെറ്റിയെന്ന് മനസ്സിലാക്കാം നമുക്ക്. അതാ പറയുന്നത് ഇതെന്തായാലും അളന്ന് നോക്കണം. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലൈനില്ലേ കുറച്ചൊന്ന് നീട്ടി വരക്കുക. 6 എടുത്ത് നമുക്കൊരു 1/2 ഇഞ്ചും കൂട്ടിയിട്ട് 6.5 എടുത്ത് നോക്കാമല്ലോ. അന്നേരം നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തിയിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ എടുക്കുന്നതേ ഇല്ലേ. ഇവിടെ നിന്നിട്ട് നമ്മൾ 10 ഇഞ്ചല്ലേ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തേ. ആ ഒരു 10 ഇഞ്ച് തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ. എന്താ നമുക്ക് ഈ കോർണറിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഞാൻ വേറെ ചോക്ക് കൊണ്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇനി മനസ്സിലാവാണ്ടായി പോകണ്ട. നമ്മൾ 2 ഇഞ്ച് എടുത്തിട്ടല്ലേ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തത്, അതാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഷേപ്പ് വരക്കാം. ഈ ഒരു ഷേപ്പ് വരക്കുന്നത് നമുക്കിതാ കറക്റ്റ് വേറെ രീതിയിൽ നമുക്ക് വരക്കാൻ പറ്റുമേ. അതൊക്കെ ഞാൻ ആദ്യത്തെ ബ്ലൗസ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് വേണമെങ്കിൽ അത് നോക്കിക്കോ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഈ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിക്ക് വരക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് അല്ലാണ്ടും വരക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ഇതാ ഷേപ്പ് ഞാനൊന്ന് റെഡിയാക്കി കൊടുക്കട്ടെ. ഓക്കെ, വരച്ചല്ലോ. രണ്ടാമത് വരച്ചത് നമുക്കൊന്ന് അളന്ന് നോക്കാം. നമുക്ക് 9.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം. 9.5 അല്ല, 9.5 പ്ലസ് ഒരു 1/4 ഇഞ്ച് നമുക്ക് വരണം. ഷോൾഡറിൻ്റെ അടുക്ക തയ്യൽ തുമ്പ് പോവില്ലേ, അതുകൊണ്ട് ഇങ്ങനെ അളന്ന് ഇങ്ങനെ ഇങ്ങനെ വച്ച് വെച്ച് നോക്കുക കേട്ടോ. നോക്കിയാട്ടെ 7, 8, 9 ഇതാ 9.25 നമുക്ക് കിട്ടി.
9.5 നമ്മൾ അളവ് 9.25 എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് കൂടെ നമുക്ക് വന്നിട്ടില്ലേ? അപ്പോൾ 6.5 ഇഞ്ച് നമ്മൾ ആം ഹോൾ വരച്ചത് കറക്റ്റാന്നർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ ആം ഹോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആം ഹോൾ ഷേപ്പും നമുക്ക് കിട്ടി. ഈ ആം ഹോൾ റൗണ്ട് എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാ ഈ സാധനത്തിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ചുറ്റിലും വരുന്ന നമ്മളുടെ ഈ ഒരു കൈക്കുഴി ഇതാ ചുറ്റിലും വരുന്ന അളവാണ് നമ്മളെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റിൽ കൈക്കുഴീൻ്റെ അകത്ത് ഇങ്ങനെ ടാപ്പ് ഇട്ടിട്ട് നമ്മൾ ചുറ്റിലിങ്ങനെ അളവെടുത്ത് നോക്കുക. കറക്റ്റ് ഒരു ഫിംഗർ ഇട്ടിട്ട് ഇങ്ങനെ അളവെടുത്ത് നോക്കുക കറക്റ്റായിട്ട്. അന്നേരം എത്രയാണ് കിട്ടുന്നത് നോക്കുക. അതാണ് നമ്മളുടെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കാണിച്ച ഡമ്മി കണ്ടോ നിങ്ങൾ? ഇത് ഞാൻ ഓൺലൈനായിട്ട് ചെറിയ പൈസക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് കൊടുക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഡ്രസ്സ് എടുത്ത് ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത ആടെന്ന് ഈടെയല്ലേ നമ്മൾ 10 ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്തത്. ആടെന്ന് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ? 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നത്. 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറഞ്ഞു പോകണ്ട, 1.5 തന്നെ എടുത്തോ. 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി അടുത്ത് നമ്മൾ ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം നമുക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് പാർട്ടിലായാലും നമ്മൾ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ബെസ്റ്റിൻ്റെ അവിടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റ് വരെ വരുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ച് നമുക്ക് ബെസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ബെസ്റ്റിൻ്റെ അവിടെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ ബെസ്റ്റ് അളവ്. മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? ഞാൻ ചെയ്യുന്നത് നോക്കേ. ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റ് വരെ എനിക്ക് 10.5 ഇഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഒരു പോയിൻറ്റിന് വേണ്ടിയിട്ടാണ്. ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റ് വരെ 10.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരളവിൽ വെച്ചിട്ടാണ് നമ്മളെ ബെസ്റ്റ് അളവ് 41 ഇഞ്ചല്ലേ, അതിൻ്റെ 4/1 മാർക്ക് ചെയ്യുന്നത്. 41 ഹരിക്കണം 4 നോക്കിയിട്ട് ഈ ഒരു പോയിൻറ്റിന് ഇങ്ങനെ സ്കെയിൽ വെക്കുക. ആ ഒരു അളവ് ബെസ്റ്റ് വരുന്ന അളവ് കറക്റ്റ് കിട്ടാനാണ് ഇപ്പോൾ നമ്മൾ ഷോൾഡർ മുതൽ പോയിൻ്റ് വരെയുള്ള ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവേ. കറക്റ്റ് 10.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ കൊടുത്ത്. ഓക്കെ, ഇനി നമുക്കിതാ ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. നമ്മളെ ചെസ്റ്റും ബെസ്റ്റും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലർക്കിടെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ചെസ്റ്റ് 40 ആണെങ്കിൽ ബെസ്റ്റ് അളവും 40 തന്നെ ആയിരിക്കും. അന്നേരം നമ്മൾ അങ്ങനെ ഈ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ചെസ്റ്റ് അളവ് തന്നെ ബെസ്റ്റ് അളവ് വരുമ്പോൾ നിങ്ങൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക, വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. എത്രയാണോ നോക്കുക അതിൻ്റെ 4/1. 36 ഇഞ്ചാണ് വരുന്നത്. എനിക്കപ്പോൾ 9 അല്ലേ 4/1 എന്ന് പറയുമ്പോൾ വരുന്നത്. 9 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഈ ഒരു ബ്ലൗസ് ലൈനിങ് ഒന്നും ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ടും നമ്മൾ തുണിയൊക്കെ അത്യാവശ്യം വലിയുന്നതായതുകൊണ്ടും ഞാൻ ഒരു എക്സ്ട്രാ ലൂസ് ഒന്നും കൊടുക്കാതെ കറക്റ്റ് ഫിറ്റിങ്ങിലാണ് ഇപ്പോൾ ബ്ലൗസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു, മറന്നു പോയി കേട്ടോ, സോറി. നമ്മൾ ലൈനിങ് ബ്ലൗസ് ആകുമ്പോൾ 1/4 ഇഞ്ച് ലൂസ് നമ്മൾ എന്തായാലും കൊടുക്കണം. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് നമുക്ക് കറക്റ്റ് ഫിറ്റിൽ നിൽക്കണ്ടേ, തുണി വലിയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ലൂസൊന്നും കൊടുക്കാതെയാണ് ചെയ്യുന്നത്. വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്, നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടല്ലേ. നമുക്കിതാ നെക്ക് വിഡ്ത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ 2.25 നെക്ക് വിഡ്ത്ത് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 1/4 ഇഞ്ച് കുറച്ചിട്ട് 2.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ നെക്ക് വിഡ്ത്ത് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ അകത്തുനിന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ടേ നമ്മൾ മാർക്ക് ചെയ്യാവൂ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് അളവ് നമുക്ക് കിട്ടുവേ. നെക്ക് വിഡ്ത്ത് നമ്മൾ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമ്മളെ നെക്ക് ലെങ്ത്ത്, ബാക്ക് നെക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ അപ്പുറം 1/4 ഇഞ്ച് കൂട്ടിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. എനിക്കിവിടെ 9.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് അളവ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അപ്പുറം 1/4 ഇഞ്ച് കൂട്ടിയിട്ട് 9.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ 5.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് വരുന്നതെങ്കിൽ 5.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിയിൽ ചെയ്യുക. ഓക്കെ, ഞാനിത് 9.25 ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇവിടെ കൊടുത്തേ. കണ്ടല്ലോ നിങ്ങൾ. നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് 2 രീതിയിലാക്കാം. ഒന്ന് നമുക്ക് ഒതുങ്ങിയ നെക്കും ആക്കാം, ഒന്ന് നമുക്ക് വൈഡായ രീതിയിലും ആക്കാം അല്ലേ. നമ്മളെ നെക്ക് 2 വിധമില്ലേ. ഞാനിവിടെ ഇപ്പോൾ വരച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടെ.
ഒന്നുകിൽ നമുക്കിതാ ഇതേ രീതിയിലൊരു കുടുങ്ങിയ പോലെ ആക്കാം, അല്ലെങ്കിൽ നമുക്കിതാ കുറച്ചൊന്ന് പരത്തി വൈഡാക്കിയിട്ടാക്കാം. ചിലർക്കൊക്കെ നല്ലോണം വൈഡാക്കിയിട്ട് ചെയ്തതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ലേശം വൈഡാക്കിയിട്ട് ഇപ്പോൾ ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് മേളിൽ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് 2.5 ഇഞ്ചിനേക്കാൾ കൂടുതൽ 1/2 ഇഞ്ച് ചേർത്തിട്ട് ഇവിടെ ഞാൻ 3 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, 3 ഇഞ്ചിൽ ഇതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് ബോക്സ് ഷേപ്പിലാക്കാം. നമ്മൾ ബോക്സ് ഷേപ്പ് വരച്ചിട്ടല്ലേ നെക്ക് ഷേപ്പൊക്കെ വരയ്ക്കുന്നത്. ഇതാ നോക്ക്, ഞാനിതാ ബോക്സ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്ത്. ഇനി നമ്മൾ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് കുറച്ച് വൈഡായിട്ടുണ്ടാവും. ഓക്കെ, നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ വന്നോളും. താഴെയാണ് നമ്മൾ വൈഡാക്കി കൊടുക്കുന്നത്. മേലേന്നേ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പോയി നമ്മളെ ബ്ലൗസിൻ്റെ കാര്യം. ഇതാ ഈ ഒരു രീതിയിലാണ് എനിക്ക് നെക്ക് വേണ്ടതേ. കൂടുതൽ വൈഡ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പുറത്തോട്ടേക്ക് എടുക്കണം. ഈ വരച്ച ബോക്സിൻ്റെ പുറത്തോട്ടേക്ക് കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൈഡായിട്ട് കിട്ടും. തൽക്കാലം എനിക്ക് ഇപ്പം ഇങ്ങനെ മതി. അധികം വൈഡ് ഇതുപോലെ വേണ്ട. ഓക്കെ, ഇങ്ങനെ എനിക്ക് വേണ്ടു. ഇതേപോലെ ഞാൻ സെറ്റാക്കി കൊടുത്ത് അടുത്തത് നമുക്കിതാ ഷോൾഡറിൻ്റെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കണം. ഷോൾഡറിൻ്റെ ഇവിടെ ചെറിയൊരു ചെരിവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ചില ആളുടെ ബോഡിയിൽ നമ്മൾ ചെരിവ് കാണുന്നില്ലേ, എല്ലാവരുടെ ബോഡി ഒരേപോലെ അല്ലല്ലോ, ഡിഫറെൻ്റ് അല്ലേ. ഞാനിപ്പോൾ 1/4 ഇഞ്ച് ഇങ്ങനെ ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേ രീതിയിൽ. ഇനി അടുത്തത് ഒന്നുകൂടെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. നമ്മളെ ബാക്ക് ഡാർട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. ബാക്ക് ഡാർട്ട് എനിക്കിപ്പോൾ 4ലാണ് വേണ്ടത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അളവ് കിട്ടുമേ. എനിക്കിപ്പോൾ 4ആണ് വേണ്ടത്. ഓക്കെ, 4 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി ഈ ഒരു ഡാർട്ടിൻ്റെ ലെങ്ത്ത് 4 എടുക്കുക, പ്ലസ് 1/2 ഇഞ്ച് കൂടെ എടുക്കുക. കാരണം നമ്മൾ താഴെ മടക്കി അടിക്കാനൊക്കെ പോവില്ലേ 1/2 ഇഞ്ച്, അതുകൊണ്ട് നമ്മൾ 4 + 1/2 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഡാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് 4 വീതിയിൽ മാർക്ക് ചെയ്ത് 4.5 ലെങ്ത്തും മാർക്ക് ചെയ്ത് ഡാർട്ടിൻ്റെ നീളവും മാർക്ക് ചെയ്ത് 2 സൈഡിലേക്കും 1/4 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഡാർട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ 1/4 ഇഞ്ച് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഡാർട്ട്. ഓക്കെ, നമ്മൾ ബാക്ക് പാർട്ട് അപ്പോൾ കംപ്ലീറ്റ് ആയി. ഇത്രയും ആണ് നമ്മളെ ബാക്ക് പാർട്ടിലുള്ള മാർക്കിങ്സ് ഒക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണ്ടേ. നോക്ക്, ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലേ കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ആം ഹോള് കട്ട് ചെയ്യുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് കളയല്ലേ. ഇവിടുന്ന് വന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യണം, അല്ലാണ്ട് ഇവിടുന്ന് പോയി നേരെ അങ്ങ് കട്ട് ചെയ്ത് കളയണ്ട. നീറ്റായിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. നമുക്ക് എക്സ്ട്രാ പീസൊക്കെ വരുമ്പോൾ നമുക്കതൊക്കെ എടുത്തൂടെ. ഓരോ പീസ് സ്ട്രെയിറ്റ് പീസ് വെക്കുമ്പോഴും കുടുക്ക് വെക്കേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് എടുത്തൂടെ. എല്ലാം നോക്കണം കേട്ടോ. ഇതേപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല വൃത്തിയിൽ അളവൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് തെറ്റുകയില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരും. കാരണം എനിക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരാരും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല വൃത്തിയിൽ തന്നെ പറഞ്ഞിരുന്നത്. നിങ്ങൾ ചെയ്യണം കേട്ടോ ഇങ്ങനെ തന്നെ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം. ഞാൻ ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെക്കട്ടെ. ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മേലെ ഭാഗത്ത് തന്നെ ആം ഹോള് മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമുക്കിതാ ഇത്ര പോരം തുണി ലാഭിക്കാം. നമുക്കിങ്ങനെ കയറ്റി വെക്കാൻ പറ്റുന്ന കണ്ടില്ലേ. ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് കയറ്റി വെച്ച് നമ്മൾ നേരത്തെ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോള് കട്ട് ചെയ്ത് ആ ഒരു വേസ്റ്റ് ഭാഗത്തേക്ക് കയറ്റി വെക്കാൻ നമുക്ക് പറ്റി. അത്രയും തുണി നമ്മൾ ലാഭിച്ച്. ഓക്കെ, നമ്മളെ ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ ആണ് കണ്ടില്ലേ. ഇവിടെ ഓപ്പൺ ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. ഞാനിപ്പോൾ വെച്ച രീതിയിൽ ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നത് തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്താണ്. നമുക്കത് കുഴപ്പമില്ല. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ബാക്ക് പാർട്ടീൻ്റെ മുകളിലെടുത്ത് വെച്ച് കൊടുക്കണം. നമുക്ക് എന്നിട്ട് ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മറന്നു പോവാണ്ട് ചെയ്യേണ്ടതാണ്. നമ്മളെ ഹുക്ക് വെക്കാനുള്ള അടുത്തേക്കുള്ള നമ്മളെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മളെ
ആ ഒരു പോർഷൻ മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. സ്ട്രെയിറ്റ് പീസ് വെച്ച് കൊടുക്കുന്നില്ലേ നമ്മളെ ഹുക്ക് വെച്ച് കൊടുക്കുന്ന അവിടെ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ? അപ്പോൾ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് മറന്നു പോവല്ലേ നിങ്ങൾ, ഇതെന്തായാലും ചെയ്യുക. അതിന് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ബാക്ക് പാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇതാ തയ്യൽ തുമ്പിന് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു തയ്യൽ തുമ്പ് വരച്ച് അവിടെ വരെ ഇങ്ങനെ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കേണ്ടതാ. ഇവിടെ വരെ ആ വരക്ക് മുട്ടിച്ചിട്ടങ്ങ് വെച്ച് കൊടുത്തു. നമുക്ക് തുണി ലാഭിച്ച രീതിയൊക്കെ ഇപ്പം മനസ്സിലായല്ലോ. നിങ്ങളതൊന്ന് തിങ്ക് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുമേ. ഇതാ നല്ല വൃത്തിയിൽ വെച്ചിട്ട് നമുക്കിതാ ആം ഹോളും ഷോൾഡറും ഒക്കെ ഒന്ന് ട്രേസ് എടുത്ത് കൊടുക്കണം. അതേപോലെ ആം ഹോളും ഷോൾഡറും ഒക്കെ നമുക്ക് അതേപോലെ ചോക്ക് കൊണ്ട് ഒന്ന് ഇതേ ഷേപ്പിൽ അങ്ങ് വരച്ചെടുക്കാം. നമുക്കെന്നാൽ ആദ്യം താഴെ ഭാഗം ചെയ്തിട്ട് ആം ഹോളൊക്കെ വരക്കാം. ഈ താഴെ ഭാഗം കണ്ട നമ്മളെ ബാക്ക് പാർട്ടിനേക്കാളും ഫ്രണ്ട് പാർട്ടിന് 1/2 ഇഞ്ച് എക്സ്ട്രാ നീളം നമുക്ക് വേണം കേട്ടോ. ഇതാ ബാക്ക് പാർട്ട് ഇതാ ഇത്ര വരെയാണ്. ആടുന്ന 1/2 ഇഞ്ച് എക്സ്ട്രാ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നേ. നമുക്ക് 1/2 ഇഞ്ച് വേണം അധികം. കാരണം നമ്മളെ ഫ്രണ്ട് പാർട്ടിൽ പ്രിൻസസ് കട്ടിങ്ങനെ ജോയിൻ്റ് ഒക്കെ വരുമ്പോൾ അവിടെ ഏറ്റക്കുറച്ചിലൊക്കെ വരും. അന്നേരം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അതുകൊണ്ട് മറന്നു പോവാണ്ട് ഇത് മാർക്ക് ചെയ്യണേ. അല്ലെങ്കിൽ എല്ലാം നമ്മളെ വയ്യ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നീളമൊക്കെ കുറഞ്ഞു പോവും. ഓക്കെ, നമ്മളെ പ്രിൻസസ് കട്ട് മോഡൽ അറിയാമല്ലോ. ഇതേ രീതിയിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് വരക്കുന്നുണ്ട്. ഇങ്ങനെ 2 സംഭവങ്ങൾ നമ്മൾ കട്ടിങ്സ് വരുന്നുണ്ടല്ലോ ഡാർട്ട്. അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റക്കുറച്ചിൽ ഇവിടെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് പാർട്ടിൽ 1/2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ താഴെ 1/2 ഇഞ്ചൊക്കെ എടുത്ത് മാർക്ക് ചെയ്ത് വരച്ച് ഇനി നമുക്കിതാ ഈടെയാണ് നമ്മളെ നെക്ക് വിടുത്ത് വരുന്നത്. ഇതാ ഷോൾഡർ ആടെയല്ലേ ഉള്ളത്, അവിടെ ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്ത് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. 6.5 ഇഞ്ചാണ് വരുന്നത്. അതിന് മുന്നേ ഇതാ ഷോൾഡർ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്, വരച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നമുക്കിപ്പം വെച്ചതിൻ്റെ അതിൽ കൂടെ തന്നെ വരച്ചാൽ മതി. ആം ഹോളും ഇതാ കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ വരക്കുക. ഇനി ഇതാ ഈ ഒരു ലൈനില്ലേ, ഈ ഒരു തയ്യൽ തുമ്പിന് വേണ്ടി വരച്ചത്, ആ ലൈൻ ഞാനിങ്ങനെ മേളിലോളം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടേ. നമുക്കിനി നെക്കും കൂടെ ഫ്രണ്ടിലെ നെക്കും കൂടെ വരച്ചിട്ട് ബാക്കി ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇതാ ഈടുന്ന് ആ ഷോൾഡറിൻ്റെ ഈടുന്ന് ഇങ്ങനെ ഒരളവ് മനസ്സിലാവാൻ ഇങ്ങനെ മാർക്ക് ചെയ്തേ. ഇനി നമുക്കിതാ ഫ്രണ്ടിലെ നെക്ക് ലെങ്ത്ത് നമുക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് എനിക്കിപ്പോൾ 6.5 വേണ്ടത്, 6.25 വേണ്ടത്. 6.5 മാർക്ക് ചെയ്ത് കൊടുത്ത് 1/4 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതാ നമുക്ക് ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് നമുക്കൊരു റൗണ്ട് പോലെ നെക്ക് വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതാ ഒരു റൗണ്ട് നെക്ക് ഇവിടെ വരച്ചു കൊടുത്ത് നെക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ ചെയ്യാം. ഇതൊന്നിങ്ങനെ ശരിക്കും തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലെവൽ ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടിതാ ഓക്കെ, ഇവിടെയൊക്കെ കറക്റ്റാണോ നോക്കിയേ. ഇനി നമുക്കിതാ ഈ ഒരു പാർട്ടിൽ നിന്ന് ഈ ഒരു തയ്യൽ തുമ്പ് വരുന്ന ഇവിടെ നിന്നാണ് നമുക്കിനി ചെയ്യാനുള്ളത്. നമുക്ക് ഡാർട്ടിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ബാക്ക് പാർട്ടല്ലേ ഇത്, ഇവിടുന്ന് നമുക്ക് 1/2 ഇഞ്ച് എക്സ്ട്രാ പുറത്തോട്ടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിതാ ആ ഒരു മാർക്ക് ചെയ്ത് അവിടുത്തെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് മനസ്സിലായല്ലോ. ആ ഒരു മാർക്ക് ചെയ്തെടുത്ത് നിന്ന് താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ഒരു ലൈൻ, ശരിക്കൊന്നും വേണ്ടേ, സ്കെയിൽ സ്ട്രെയിറ്റ് വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കുക നിങ്ങൾ. എങ്ങനെയാണ് നമുക്ക് ഡാർട്ടിനുള്ള ആ ഒരു ഫ്രണ്ടിലെ ജോയിൻ്റ് ചെയ്യേണ്ട ആ ഒരു ടക്കില്ലേ, അതിൻ്റെ അളവ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മളെ ഡാർട്ടിന് വേണ്ടിയിട്ടുള്ള അധികം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റാം. നമ്മളെ ബാക്ക് പാർട്ടിനെ കൊണ്ടുള്ള ആവശ്യം നമുക്ക് കഴിഞ്ഞു. നമ്മളിതാ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് വേണ്ട, ബാക്കിയുള്ള പ്രിൻസസ് കട്ടും നമുക്കൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് നമുക്ക് വേണ്ട. ഇത് ഇടുന്നിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. നമ്മൾ ആദ്യം തുണി മടക്കുമ്പോൾ ഞാൻ തയ്യൽ തുമ്പിനേക്കാളും ലേശം അധികം മടക്കി കൊടുത്തത് ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഫ്രണ്ട് ഡാർട്ടിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മടക്കി കൊടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ.
ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം പോകുന്നത് എന്നറിയാലോ നിങ്ങൾക്ക്. ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത്. ഇതാണ് നമ്മളുടെ ആ ഒരു സൈഡ് ഭാഗം വരുന്നത്. അതൊക്കെ മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? ആം ഹോളിൻ്റെ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ തയ്യൽ തുമ്പേ. എന്നിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് ആം ഹോൾ കുറച്ചുകൂടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മളെ ബാക്ക് ആം ഹോളിനെക്കാളും 1/4 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. ഈ ഒരു പോർഷനിൽ നമുക്ക് അത് വരച്ചിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ആം ഹോൾ കർവ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാൻ പറ്റും, നമുക്ക് കൈ കൊണ്ടും വരയ്ക്കാൻ പറ്റും കേട്ടോ. ഒരു 1/4 ഇഞ്ചാണ് ഞാനിവിടെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 40-42 ചെസ്റ്റ് സൈസൊക്കെ വരുന്നവർക്ക് ഞാൻ 1/4 ഇഞ്ച് പോലെയാണ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നല്ല മെലിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ 1/2 ഇഞ്ചോളം എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലേ ശരിയാവുള്ളൂ കേട്ടോ. ഒരു 1/4 ഇഞ്ച് എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്. വരക്കുന്നത് നോക്ക് നിങ്ങൾ. ഇത്ര പോരെയാണ് നമ്മൾ അധികമായിട്ട് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തത്. മുകളിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് അവിടെ ചുളിവ് വരാൻ ചാൻസ് ഉള്ളൂ. അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി മാർക്കിങ്സ് ഒക്കെ ചെയ്യാം. ആം ഹോൾ വഴി കട്ട് ചെയ്ത് ഷോൾഡർ, ഇനി നമ്മളെ നെക്ക് ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ചില ആൾക്കാർ കട്ട് ചെയ്ത് തെറ്റിക്കും. ഈ ഒരു ലൈൻ വരച്ചതിലേ കൂടെ അങ്ങ് കട്ട് ചെയ്യും ഓർമ്മയില്ലാണ്ട്. അങ്ങനെ ചെയ്യില്ലേ. നമ്മൾ തയ്യൽ തുമ്പ് ഇപ്പറുണ്ട്, അതിൽ കൂടെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടുന്ന് എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇവിടെയൊക്കെ പീസുകൾ കിട്ടും. നമുക്ക് ഓരോ ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വരെ. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത പോലെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ പ്രിൻസസ് കട്ടൊക്കെ മാർക്ക് ചെയ്ത് വരക്കാനുണ്ടല്ലോ, അത് നമുക്ക് ഇനി പഠിക്കാം. ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളെ നെക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നമ്മളെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം, ബ്രസ്റ്റ് വിഡ്ത്ത് എന്ന് പറയും, അതിൻ്റെ പകുതി എടുക്കുക. പ്ലസ് 1/2 ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്യാനുണ്ട്. ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം എനിക്കിവിടെ 8 ഇഞ്ച് വരുന്നുണ്ട്. 8ൻ്റെ പകുതി 4. ആ 4 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ എവിടെയാണ് വെക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, നമുക്കൊരു മാർക്കിംഗ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയോ കുറച്ച് താഴോട്ടായിട്ട് എവിടെയെങ്കിലും നമുക്കിങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണേ 4.5 ഇഞ്ചിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ് വരെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ കൂടെയാണ് നമ്മൾ വെക്കേണ്ടത്. ആ ഒരു പോയിന്റ് കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബ്രസ്റ്റിൻ്റെ പോയിന്റ് നമുക്ക് കറക്റ്റ് വരാനാണ് ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ കൂടെ നമ്മൾ വെക്കുന്നത് സ്കെയില്. ഇനി ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് വരെയുള്ള അളവ് എത്രയാണോ നോക്കുക. ആ അളവിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 10.5 ഇഞ്ചാണ് ഷോൾഡർ ടു നമ്മളെ ബെസ്റ്റ് പോയിന്റ് വരെ വരുന്ന അളവ്. പ്ലസ് 1/2 ഇഞ്ച് എടുത്ത് 11 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത്. ഈ മാർക്ക് ചെയ്തത് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടാനാണ് ആദ്യം നമ്മൾ ബ്രസ്റ്റ് വിഡ്ത്തിൻ്റെ പകുതി ജസ്റ്റ് ഒരു മാർക്കിംഗ് ഒക്കെ കൊടുത്തത്. ഇനി ഞാനിവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആം ഹോൾ വരക്കുമ്പോൾ ഇതേ ഷേപ്പിൽ ആദ്യം ഒരു സ്ക്വയർ ഷേപ്പിൽ ഉണ്ടായിട്ട് നമ്മളൊരു ഷേപ്പ് ഇങ്ങനെ ആം ഹോളിൻ്റെ ഷേപ്പ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലല്ലേ നമുക്ക് ഉണ്ടാവുക. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത പോയിന്റിന് നോക്കുകയേ വേണ്ട. രണ്ടാമത് മാർക്ക് ചെയ്ത് ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റിലേക്ക് ഒരു കേവ് ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കണേ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് കയറ്റിയിട്ടൊക്കെ ഇതിന് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. കൂടുതൽ ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്കൊക്കെ ചിലരുടെ ബോഡി അനുസരിച്ച് നമുക്ക് കുറച്ച് കയറ്റി വരയ്ക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് എടുത്ത് വരച്ചു കൊടുക്കാൻ പോകുന്നത്. വ്യത്യാസപ്പെടുത്തുമ്പോൾ മുകളിലോട്ടേക്ക് 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ എടുത്ത് വ്യത്യാസപ്പെടുത്താം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുത്ത്. ഏത് പോയിന്റ് എന്നൊക്കെ മനസ്സിലായല്ലോ. ആദ്യം മാർക്ക് ചെയ്ത പോയിന്റ് നിങ്ങൾ നോക്കുകയേ വേണ്ടേ, അതവിടെ നിന്നോട്ടെ. ഞാനിതാ രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇത്ര വരെ ആയേ. ഇനി നമുക്കിതാ ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് കൊടുക്കാം. അടുത്തത് ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അളവ് നിങ്ങൾ എടുക്കുക. എനിക്കിവിടെ ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെ വരുന്ന അളവ് 13 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 13.5 ഇഞ്ചിലിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 13 ആണെങ്കിൽ 13.5 എത്രയാണോ അളവ് പ്ലസ് 1/2 ഇഞ്ച് ചേർത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര വരെ നമുക്ക് കിട്ടിയേ, മനസ്സിലായല്ലോ.
ഇനി നമുക്കിതാ ഈ ഒരു മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് ഏത് ഭാഗം നോക്കണേ, തയ്യൽ തുമ്പൊക്കെ വരുന്ന ആ സൈഡിലോട്ടാണ്, മാറിപ്പോകല്ലേ. 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതാ ഈ ഒരു സൈഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്, അപ്പുറത്തെ സൈഡിലേക്ക് പോകല്ലേ. നെക്കിൻ്റെ ഭാഗത്തേക്ക് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ സൈഡിൽ. എന്നിട്ടിതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു കേവ് ഷേപ്പിൽ നമുക്ക് ആക്കി കൊടുക്കാം. ഫ്രഞ്ച് കേവ് വെച്ചിട്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിക്കോ. ഇതാ ഇങ്ങനെ ഒരു കേവ് നമുക്ക് കൊടുത്താൽ മതി. ഇനി നമുക്കിതാ താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. ഇതാ ഇവിടെ നിങ്ങോ താഴേക്ക് കൊടുക്കണം. ആ 1 ഇഞ്ച് തന്നെ അളവ് നമുക്ക് താഴിലും ഉണ്ടാവണം. സ്ട്രെയിറ്റ് കൊടുക്കുമ്പോൾ അത്ര തന്നെ കിട്ടും. വേണമെങ്കിൽ ഇങ്ങനെ 1 ഇഞ്ച് താഴിലും മാർക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത്ര വരെ ആയി നമ്മളെ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ്. പോയിൻ്റ് പോലെ വരുന്ന ഏരിയ ഒക്കെ നല്ല കേവ് ഷേപ്പിൽ അത്രയും നീറ്റായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ഇങ്ങനെയാണ് നമ്മളുടെ പ്രിൻസസ് കട്ടിൻ്റെ ഡാർട്ടും കാര്യങ്ങളും വരുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ബ്ലൗസ് നിൽക്കും. ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഷോൾഡർ ലൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇങ്ങനെ ആദ്യം കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഇവിടുത്തെ ഈ ഒരു പോർഷൻ കൂടെ കട്ട് ചെയ്ത് കളയണം. ഇത് നമുക്ക് വേണ്ട കേട്ടോ. ഇതെങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്, നല്ല വൃത്തിയിൽ കട്ട് ചെയ്യണേ. ഇതാ ഇങ്ങനെയാണ് നമ്മളെ പ്രിൻസസ് കട്ട് വരുന്നത്. ഇതാ നമുക്കിവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ബ്രസ്റ്റൊക്കെ ഷേപ്പിൽ നിൽക്കും. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരേ. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം. അതുപോലെ നമ്മളെ നെക്കിൻ്റെ ക്രോസ് പീസ്, അങ്ങനെ തന്നെ നമ്മളെ ഹുക്ക് വെക്കേണ്ട അടുത്ത സ്ട്രെയിറ്റ് പീസ് 2 പീസ്, താഴെ നമുക്ക് ജോയിൻ്റ് ചെയ്യേണ്ട 1 പീസ്, അതൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോ കൊണ്ടകത്താക്കി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയി പോകും. ഇപ്പോൾ തന്നെ അരമണിക്കൂറിലധികം വരുന്നുണ്ട് നമ്മളുടെ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലും ഞാൻ കുറച്ചൊക്കെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത്. നല്ല ഡീറ്റെയിൽഡ് ആവുന്നുണ്ടെങ്കിൽ ബാക്ക് പാർട്ടിന് തന്നെ നമുക്ക് 1 മണിക്കൂർ വേണ്ടി വരും. കറക്റ്റ് അളവൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും തെറ്റൂല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ. ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. കുറേ ഭാഗം നമുക്ക് ക്ലിയറായി കിട്ടും. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ബ്ലൗസൊന്നും കിട്ടൂല. പ്രിൻസസ് കട്ട് നമുക്ക് പിന്നെയും സിമ്പിളാണ്. ക്രോസ് കട്ടൊന്നും നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ആർക്കും ചെയ്യാനൊന്നും പറ്റില്ല വൃത്തിയിൽ. നമുക്കൊരു 5-6 എണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്കത് മെല്ലെ മെല്ലെ നിങ്ങൾ പഠിക്കും. ഓരോ ആളുടെ ബോഡി അനുസരിച്ചായിരിക്കും ഓരോ അളവുകളും വരുന്നത്. ഇതാ ഇത്രയും ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മറന്നു പോവാണ്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് എന്തിനായാലും എൻ്റെ അടുത്ത് പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.